മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 68-ാം സങ്കീർത്തനം 34-ാം തിരുവചനം. ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ. സങ്കീർത്തകനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്, ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ. നമ്മൾ ആവർത്തിച്ച് ഏറ്റുപറയേണ്ടത് കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. കർത്താവിൻ്റെ വല്ലഭത്വമുള്ള ശക്തിയെക്കുറിച്ച് നമ്മൾ ഏറ്റുപറഞ്ഞ് ഇങ്ങനെ അത് വെളിപ്പെടുത്തുമ്പോൾ അതിശക്തമായ ദൈവീക സാന്നിധ്യം നമ്മളിൽ നിറയാൻ തുടങ്ങും. അത്ഭുതകരമായ ഡെലിവറൻസുകൾ നമുക്കുണ്ടാകും. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ രോഗശാന്തികൾ വെളിപ്പെടും. ശക്തമായ ആത്മപകർച്ചയാൽ നമ്മളെല്ലാം പൂരിതരാകും. ഈ നിമിഷം നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ ശക്തി കടന്നു വരണം. നമ്മുടെ തലമുറകളിലേക്ക് ഈ ശക്തി ഒഴുകപ്പെടണം. നമ്മുടെ 100 ആവശ്യങ്ങളിലും നിയോഗങ്ങളിലും ഈ ശക്തി പരിവർത്തിക്കണം. അതിനായി ആഗ്രഹിച്ച് സകല ഭാരങ്ങളെ വിട്ടുകളഞ്ഞ് നമ്മൾ വിഷമിപ്പിക്കുന്ന എല്ലാ ദുഃഖങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുന്നിടത്ത് ഒരു നിമിഷം എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യ ഇറങ്ങി വരുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഇവിടെ പ്രവർത്തിക്കാൻ പോവാണ്. ദൈവശക്തിയാൽ നമ്മളെ പുതുക്കമുള്ളവരാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പിശാച് കെട്ടിവെച്ചിരിക്കുന്ന ബന്ധന കെട്ടുകളെ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു കളയുകയാണ്. എല്ലാ കുരുക്കുകളെയും ആത്മാവ് അഴിച്ചു മാറ്റുകയാണ്. ഇത് കൃപയുടെ സമയം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതത്തിന്റെ മണിക്കൂറുകൾ. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വരമുയർത്തി എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മ സമൃദ്ധി നൽകണമേ. കൂടെ ദൈവശക്തി ഏറ്റുപറയുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ പ്രതികൂലങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, പ്രതിബന്ധങ്ങളിലേക്ക് വിശ്വാസത്തോടെ നോക്കി കർത്താവിന്റെ ശക്തി ഏറ്റുപറയുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ തീയായി പതിനായിരങ്ങളിൽ കത്തിപ്പടരണമേ. ഇരു കരങ്ങളും പരസ്പരം കോർത്തു പിടിക്കുകയാണ്. കർത്താവിന്റെ സ്നേഹത്തിൽ കരങ്ങൾ കോർത്തു പിടിച്ച് അടങ്ങാത്ത ആഗ്രഹത്തോടെ, തീരാത്ത ദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ സഭാ സമൂഹങ്ങളിലേക്ക്, ഞങ്ങളുടെ ദേശങ്ങളിലേക്ക് സർവശക്തിയോടെ വരണമേ. ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. കം കം ഹോളി സ്പിരിറ്റ്. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷകളിൽ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, അനോയിന്റ് ചെയ്യണമേ. വരിക വരിക പരിശുദ്ധാത്മാവേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. പരിശുദ്ധാത്മാവേ വരിക വരിക.
സകല കെട്ടുകളെ പൊട്ടിക്കണമേ, സകല കുരുക്കുകളെ വലിക്കണമേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അത്ഭുതങ്ങളും അടയാളങ്ങളുമായി വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ബന്ധക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. കരമടിച്ച് അഭിഷേക നിറവോടെ കരമടിച്ച് എല്ലാവരും ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ ഉയർത്തി അടിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക്, ഞങ്ങൾ അനുഭവിക്കുന്ന തകർച്ചകളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ താഴ്ത്തിയടിച്ച് വലിയ അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ വരിക, അത്ഭുതങ്ങളെ അടയാളങ്ങളുമായി വരിക, എല്ലാ പൈശാചിക അടിസ്ഥാനങ്ങളെയും തകർക്കാൻ വരിക. ഇരു കരങ്ങളും ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ, പെരുവെള്ളത്തിന്റെ ഇരുമലോടെ പരിശുദ്ധാത്മ ശക്തിയിൽ നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിത്യ സഹായകരെ വരിക, 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 വരിക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപക്കെട്ടുകളെ പൊട്ടിക്കാൻ വരണമേ, ശാപമുഖങ്ങൾ ഒടിക്കാൻ വരണമേ, പൈശാചിക പോരാട്ടങ്ങളെ നിർവീര്യമാക്കാൻ വരണമേ, സാത്താൻ അടിസ്ഥാനങ്ങളെ ഛിന്നഭിന്നമാക്കാൻ വരണമേ. വരിക, വരിക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളെ സൗഖ്യമാക്കണമേ, അത്ഭുത അടയാളങ്ങളെ വർഷിക്കണമേ, ആഴമേറിയ മാനസാന്തരങ്ങൾ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കണമേ. Come Holy Spirit. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ കരുണ കാണിക്കണമേ. ഈ സ്തുതി ആരാധനയിൽ ദുരിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളെ കണ്ണീര് കണ്ട് അനുഗ്രഹിക്കണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ആത്മനദിയായി, ജീവനദിയായി പരിശുദ്ധാത്മാവെ നിറഞ്ഞൊഴുകണമേ. എല്ലാ ശുശ്രൂഷകളിലേക്കും നിറഞ്ഞൊഴുകണമേ, ഞങ്ങളെല്ലാ ആവശ്യങ്ങളിലേക്കും നിറഞ്ഞൊഴുകണമേ. അനുഗ്രഹ നദിയായി കവിഞ്ഞൊഴുകണമേ. സ്പിരിറ്റ് മൂവ്, മൂവ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധമ്മേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആത്മശക്തിയിൽ നമ്മെ നിറയ്ക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആനന്ദമുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വസ്തത കർത്താവിനെ ആനന്ദിപ്പിക്കുന്നു. വിശ്വസ്തത കർത്താവിനെ ആനന്ദിപ്പിക്കുന്നു. കർത്താവിൻ്റെ കണ്ണുകൾ എപ്പോഴും അന്വേഷിക്കുന്നത് വിശ്വസ്തരായവരെയാണ്. വിശ്വസ്തതയ്ക്ക് ദൈവം നൽകുന്ന പ്രതിഫലം നമ്മേക്കാൾ അധികമായി പിശാചിനറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ നാളുകളിൽ അനേകം ജീവിതങ്ങളെ അവിശ്വസ്തതയിലേക്ക് സാത്താൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അവിശ്വസ്തരുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, പ്രണയിച്ച പെണ്ണിനെ കിട്ടാൻ വേണ്ടി ജീവനെ തുല്യം സ്നേഹിച്ച ഭാര്യയെയും തൻ്റെ 2 മക്കളെയും വെള്ളത്തിൽ മുക്കിക്കൊന്ന മനുഷ്യൻ. എവിടെ? നമ്മുടെ ഈ കേരളത്തിൽ. പ്രണയിച്ച പുരുഷനെ കിട്ടാൻ വേണ്ടി ഭർത്താവിനെയും തൻ്റെ കുഞ്ഞിനെയും കൊല്ലുവാൻ വേണ്ടി കൊട്ടേഷൻ സംഘത്തിന് 10,000 കൊടുത്തവൾ. എവിടെ? നമ്മുടെ കേരളത്തിൽ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഇതുപോലെ തന്നെ മക്കളെ പറ്റിക്കുന്ന മാതാപിതാക്കളെ കബളിപ്പിക്കുന്ന പല കാര്യങ്ങളും മറച്ചു വെച്ച് മാതാപിതാക്കളെ വഞ്ചിക്കുന്ന അനേകം മക്കള് സഹോദര ബന്ധങ്ങളിലെ
ഇന്ന് എല്ലാ മേഖലകളിലും ഈ അവിശ്വസ്തതയുടെ കറ നമുക്കിന്ന് കാണുവാനായിട്ട് കഴിയും. സുഭാഷിത പുസ്തകം 28-ാം അധ്യായം 20-ാം തിരുവചനം. വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമുക്ക് തരുന്ന സന്ദേശം? ഈ വചനം വലിയൊരു വെളിപാടാണ് നമുക്ക് തരുന്നത്. വിശ്വസ്തർ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ പ്രവർത്തന മേഖലകളിലേക്കെല്ലാം ദൈവാനുഗ്രഹം ഒരു നദി പോലെ ഒഴുകപ്പെടണമെങ്കിൽ നമ്മൾ വിശ്വസ്തരായേ മതിയാകും. എവിടെ വിശ്വസ്തതയുണ്ടോ അവിടെ അനുഗ്രഹമുണ്ട്. എവിടെ വിശ്വസ്തതയുണ്ടോ അവിടെ അഭിഷേകമുണ്ട്. എവിടെ വിശ്വസ്തതയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട്. പലപ്പോഴും പലരും വന്ന് ചോദിക്കാറുണ്ട്, ബ്രദർ, ഞങ്ങൾ എത്ര നാളെ വിശ്വസ്തരായിരിക്കേണ്ടത്? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വചനത്തിൽ വിശ്വസ്തതയ്ക്ക് നല്ലൊരു നിർവചനമാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. പുരോഹിതനായ സക്രിയാവിനെ കുറിച്ച് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. തൻ്റെ ശുശ്രൂഷയുടെ ദിനങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് മടങ്ങി. തൻ്റെ ശുശ്രൂഷയുടെ ദിനങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നുവരെയാണ് വിശ്വസ്തത. ഈ ലോകം വിട്ട് നമ്മുടെ ശാശ്വത ഭവനമായ സ്വർഗത്തിലേക്ക് നമ്മൾ പോകുന്നതുവരെ നമ്മൾ വിശ്വസ്തരായിരിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. മരണം വരെ വിശ്വസ്തരാകണം. വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ സ്മിർണയിലെ സഭയെ നോക്കി കർത്താവ് പറയാ, മരണം വരെ വിശ്വസ്തനായിരിക്കുക. കർത്താവിനോടും സഭയോടും മരണം വരെ വിശ്വസ്തരായിരിക്കാൻ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇന്ന് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ മോഡേൺ വേൾഡിൽ, ഈ ആധുനിക ലോകത്തിൽ വിശ്വസ്തതയ്ക്കൊക്കെ വലിയ അർത്ഥമുണ്ടോ? എന്ത് വിശ്വസ്തത? ഇവിടെ വിശ്വസ്തയും പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. വളരെ കോമ്പറ്റീറ്റീവായ ഒരു വേൾഡിൽ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ അല്പം കള്ളത്തരങ്ങളും അല്പം ചതിയും ഇച്ചിരി നുണയും ഇതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല സഹോദര. വിശ്വസ്തതയൊക്കെ പറയാം, അതൊക്കെ ധ്യാനകേന്ദ്രങ്ങളിൽ പറയാം, അല്ലെങ്കിൽ പള്ളിയെ പറയാം. പക്ഷേ വിശ്വാസ്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ കാര്യങ്ങൾ നടക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന പതിനായിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി പറയുകയാണ്, നമുക്ക് മനസ്സുണ്ടെങ്കിൽ, നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, പാപം നിറഞ്ഞ ഈ ലോകത്തിൽ വിശ്വസ്തയോടെ ജീവിക്കുവാനുള്ള കരുത്ത് പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യും. നമ്മൾ എന്തുകൊണ്ട് വിശ്വസ്തരാകണം? നമ്മൾ വിളിച്ചവനായ കർത്താവ് വിശ്വസ്തതയുടെ ദൈവമാണ്. പരിശുദ്ധാത്മാവ് വിശ്വസ്തതയുടെ ആത്മാവാണ്. ദൈവപിതാവ് വിശ്വസ്തതയുടെ ദൈവമാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. തിമോത്തിയോസിന് 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 13-ാം തിരുവചനം, നമ്മൾ അവിശ്വസ്തരാണെങ്കിലും കർത്താവ് വിശ്വസ്തനാണ്. എത്ര മനോഹരമായൊരു വചനമാണ്. നമ്മൾ ഇന്ന് മാത്രം അവിശ്വസ്തതകൾ കാണിച്ചു, എന്നിട്ടും കരുണ കാണിച്ച് കർത്താവ് കരം പിടിച്ച് നയിക്കുക. തൻ്റെ വിശ്വസ്തത കർത്താവ് പിൻവലിച്ചാൽ നമ്മൾ അതോടുകൂടി തീർന്നുപോയി. മണ്ണാങ്കട്ടയ നമ്മൾ ഒരു തുള്ളി വെള്ളം വീണാൽ അലിഞ്ഞു പോകുന്ന മണ്ണാങ്കട്ടകൾ. നമുക്ക് അഹങ്കരിക്കാൻ എന്താ ഉള്ളത്? നമുക്ക് മേന്മ ഭാവിക്കാൻ എന്താ ഉള്ളത്? കർത്താവിന്റെ വിശ്വസ്തതയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. വീണ്ടും തെസ്സലോനി സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 3-ാം തിരുവചനം, അപ്പോസ്തലനായ പൗലോസിന്റെ ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശ്വസ്തത എല്ലാവർക്കുമില്ല, എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. ഒരിക്കലേ നല്ല വിദ്യാഭ്യാസമുള്ള അറിവുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം നല്ലൊരു ഒഫീഷ്യലാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രദർ സന്തോഷ്, താങ്കൾ എന്തിനാ ഇങ്ങനെയൊക്കെ വിശ്വസ്തയെക്കുറിച്ച് പ്രഘോഷിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ വിശ്വസ്തതയ്ക്കൊന്നും
ഒരർത്ഥവുമില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുടുംബ ജീവിതത്തിൽ എന്തിനാ വിശ്വസ്തത? വിവാഹം കഴിക്കുന്നത് തന്നെ വിവാഹേതര ബന്ധങ്ങൾക്ക് വേണ്ടിയാണെന്ന്. ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് വിശ്വസ്ത പുലർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് വിശ്വസ്ത പുലർത്തേണ്ട ആവശ്യമില്ല. അവർക്ക് എങ്ങനെ വേണമെങ്കിലും എൻജോയ് ചെയ്യാം, സുഖിച്ച് ജീവിക്കാം. എന്തിനാ വിശ്വസ്തത? ആ ഒഫീഷ്യൽ അത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത് അദ്ദേഹത്തിന് മാത്രം ഒരു അഭിപ്രായമല്ല. ഈ നാളുകളിൽ ഇതുപോലെ അഭിപ്രായപ്പെടുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവ് വിശ്വസ്തനാണ്. നമുക്കറിയാം, നമ്മളെല്ലാം ദൈവമക്കളാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. ദൈവമക്കളായ നമ്മൾ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടവരാ. നമുക്കറിയാം, സിംഹക്കുട്ടികൾ ഒരിക്കലും പട്ടിക്കുഞ്ഞുങ്ങളെ പോലെ കുരയ്ക്കാറില്ല, കരയാറില്ല. പട്ടിക്കുഞ്ഞുങ്ങൾ എപ്പോഴും സിംഹക്കുട്ടികളെ പോലെ, സിംഹത്തെ പോലെ ഗർജിക്കാറുണ്ടോ? സിംഹക്കുട്ടികൾ സിംഹത്തിന്റെ സ്വഭാവം കാണിക്കും, പട്ടിക്കുഞ്ഞുങ്ങൾ പട്ടിയുടെ സ്വഭാവം കാണിക്കും, കോഴിക്കുഞ്ഞുങ്ങൾ കോഴിയുടെ സ്വഭാവം കാണിക്കുകയാണ്. അങ്ങനെയാണ് ദൈവമക്കളായ നമ്മൾ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടവരാ. നമ്മുടെ ദൈവം ആരാണ്? വിശ്വസ്തനായവനാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തതയുടെ ദൈവമാണ്. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വചനം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? തന്റെ പിതാവിന്റെ വിശ്വസ്ത സാക്ഷിയായിട്ടാണ് ഈശോയെ വചനം വെളിപ്പെടുത്തി തരുന്നത്. വിശ്വസ്ത സാക്ഷി. നമ്മുടെ ഈശോയുടെ പേര് തന്നെ വിശ്വസ്ത സാക്ഷി എന്ന്. തന്റെ പിതാവിനോട് ഈശോ വിശ്വസ്തനായിരുന്നതുപോലെ നമ്മൾ വിളിച്ചവനായ നമ്മുടെ കർത്താവിനോട് സകല കാര്യങ്ങളിലും, എല്ലാവരും 2 പ്രാവശ്യം ഉറക്കം പറഞ്ഞ്, ശബ്ദം ഉയർത്തി പറഞ്ഞ്, എല്ലാ കാര്യങ്ങളിലും ഒരല്പം കൂടി ഉച്ചത്തിൽ പറഞ്ഞ്, സകല കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കണം. മലാക്കി പ്രവചനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവിടെ കർത്താവ് ശാസിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, വഴിവിട്ട വിവാഹങ്ങളെ കർത്താവ് ശാസിക്കുന്നു. നമുക്കറിയാം എന്തുമാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വഴിവിട്ട വിവാഹങ്ങള് അത് കുടുംബങ്ങളെ തകർക്കും, അത് സഭയെ തളർത്തിക്കളയും. രണ്ടാമത് കർത്താവ് ശാസിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തരായവരെയാണ്. ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരെ കർത്താവ് ശാസിക്കുന്നു. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയെ കർത്താവ് ശാസിക്കുകയാണ്. ദൈവത്തിന് തിരുവെഴുത്ത് വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ അവിശ്വസ്തത കാണിക്കരുത്, വിശ്വസ്തയോടെ ജീവിക്കുക. സഹോദരൻ, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം. നിന്റെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹത്തിന്റെ പെരുമഴ പെയ്തിറങ്ങണം. സഹോദരി, നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ തലമുറ പരിശുദ്ധാത്മ അനുഭവം കൊണ്ട് നിറയപ്പെടണോ? വിശ്വസ്തയോടെ ജീവിക്കുവാൻ കർത്താവിന്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ നമ്മളിങ്ങനെ ചില പാപകരമായ സുഖങ്ങളും ലോകത്തിന് ഇമ്പങ്ങളിലും എൻജോയ് ചെയ്ത് നമ്മൾ ജീവിച്ചിട്ട് പിന്നെ അനുഗ്രഹം ആഗ്രഹിച്ചാൽ കാര്യമുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ. 23-ാം സങ്കീർത്തനം 6-ാം വചനം വലിയൊരു വെളിപാടാണ് നമുക്ക് തരുന്നത്. ദാവീദ് പറയാണ്, കർത്താവിൻ്റെ കരുണയും നന്മയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. ഇത് വിശ്വസ്തർക്ക് ദൈവം നൽകുന്ന പ്രതിഫലമാണ്. ആരെല്ലാം വിശ്വസ്തയോടെ ജീവിക്കുന്നുവോ, ദൈവത്തോടും തൻ്റെ പ്രിയപ്പെട്ടവരോടും ആരെല്ലാം വിശ്വസ്തത പുലർത്തുന്നുവോ, അവരുടെ ജീവിതങ്ങളിലേക്ക് കർത്താവിൻ്റെ കരുണയും നന്മയും ഒഴുകപ്പെടുകയാണ്. നമ്മൾ ആരും അനുഗ്രഹത്തിൻ്റെ പുറകെ ഓടണ്ട. ഇന്ന് എന്താ കാണുന്നത്? 10,000 ഇങ്ങനെ ഓടുകയാണ് അനുഗ്രഹത്തിൻ്റെ പുറകെ. നമ്മൾ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറിയിറങ്ങി നടക്കുന്നു, ധ്യാന കേന്ദ്രങ്ങൾ കയറിയിറങ്ങി നടക്കുന്നു. ഇതെല്ലാം നല്ല കാര്യമാണ്. അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ സത്യവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, നീ വിശ്വസ്തയോടെ ജീവിച്ചാൽ നിന്റെ ദൈവത്തോടും നിന്റെ സഹോദരങ്ങളോടും നിന്റെ കുടുംബത്തോടും
നിന്റെ അധികാരികളോടും നിന്റെ കൂടെയുള്ളവരോടും നീ വിശ്വസ്തത പുലർത്തിയാൽ സകല അനുഗ്രഹങ്ങളും സകല നന്മകളും നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകപ്പെടും. അനുഗ്രഹങ്ങൾ ക്യൂ നിന്നുകൊണ്ട് ചോദിക്കും, സഹോദര പ്ലീസ് എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചോട്ടെ എന്ന് അനുഗ്രഹങ്ങൾ നമ്മോട് ആവശ്യപ്പെടും. നമ്മളാരും അനുഗ്രഹത്തിന് പുറകെ പരക്കം പാഞ്ഞ് സമയം കളയണ്ടാട്ടോ. ഈ വചനം വിശ്വസിക്ക്. കർത്താവിന്റെ കരുണയും നന്മയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ വിശ്വസ്തത അത്രയും വലുതാണ്. നമ്മൾ പാടുന്നില്ലേ, എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിൽ അല്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും തന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. നമ്മൾ ഇന്ന് ജീവനോട് ഇരിക്കുന്നുവെങ്കിൽ, നമ്മൾ ഇത്രമാത്രം നന്മകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതത്തിൽ ഇത്രമാത്രം സൗഭാഗ്യങ്ങള്, ആരോഗ്യമുള്ള മക്കള്, സുന്ദരിയായ ഭാര്യ, സുന്ദരനായ ഭർത്താവ്, നല്ല ആരോഗ്യം, നല്ല ബിസിനസ്, എല്ലാവിധ സൗകര്യങ്ങളൊക്കെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന്റെ വിശ്വസ്തതയാണെന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിൽ അല്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും തന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. തന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. അതാണ് നമ്മുടെ കരുത്ത്. കർത്താവിന്റെ വിശ്വസ്തതയിലാണ് നമ്മുടെ കരുത്തിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഒരു വലിയ വെളിപ്പെടുത്തൽ നമുക്ക് തരുന്നുണ്ട്. തിമോത്തിയോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 1:12 പൗലോസ് പറയാണ്, എന്നെ ശക്തനാക്കുന്ന കർത്താവായ യേശുവിനെ ഞാൻ എപ്പോഴും നന്ദി പറയുന്നു. അവൻ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ച് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. നമ്മൾ അവിശ്വസ്തരാണെങ്കിൽ പോലും കർത്താവ് നമ്മളെ വിശ്വസ്തരായി എണ്ണുകയാണ്. അതാണ് കർത്താവിൻ്റെ സ്നേഹം. നമ്മൾ വിശ്വസ്തരായി എണ്ണുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് എന്നേക്കാൾ എത്രയോ വിശ്വസ്തരായ ആളുകൾ എൻ്റെ നാട്ടിലുണ്ട്, എൻ്റെ അതിരൂപതയിലുണ്ട്. എന്നാൽ കർത്താവേ, ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമായി നിയോഗം നീ എനിക്ക് തന്നു. നീ എന്ത് കണ്ടുകൊണ്ടാണ് എന്നെ വിളിച്ചത്? കർത്താവ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, എൻ്റെ മകനെ, നിന്റെ അയോഗ്യത, നിന്റെ അവിശ്വസ്തത തന്നെയാണ് നിന്റെ യോഗ്യത. ഇതൊന്നും നമ്മുടെ തടിമിടുക്കല്ലാട്ടോ. നമ്മൾ അനുഭവിക്കുന്ന നന്മകള്, നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങള്, നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങള് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ നമ്മുടെ ആരോഗ്യം കൊണ്ടോ അല്ല, കർത്താവിന്റെ വിശ്വസ്തത ഒന്നുകൊണ്ട് മാത്രമാണ്. പൗലോസ് അതാ പറയുന്നത്, അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. കർത്താവ് നമ്മളെ വിശ്വസ്തനായി കണക്കാക്കിയത് കൊണ്ട് ഇതൊക്കെ അനുഭവിക്കാൻ നമുക്കിന്ന് കഴിയുന്നത്. ആ ഒരു കൂറ്, ആ ഒരു സ്നേഹം എപ്പോഴും നമുക്ക് കർത്താവിനോട് ഉണ്ടാകണം. നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകം 39:10 എന്ത് നല്ലൊരു വചനമാണത്. പൂർവ്വ ജോസഫിൽ ഉണ്ടായിരുന്ന വിശ്വസ്തതയുടെ ആത്മാവ് എന്തുമാത്രം ശക്തമായിരുന്നുവെന്ന് ഈ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. പോത്തിഫറിന്റെ സുന്ദരിയായ ഭാര്യ അനുദിനം തന്നോടുകൂടെ ശയിക്കുവാനും തൻ്റെ കൂടെ ഇരിക്കുവാനും അവൾ പ്രലോഭിപ്പിച്ചിട്ടും അവൾ നിർബന്ധിച്ചിട്ടും ജോസഫ് തയ്യാറായില്ല. അസുന്ദരിയായ പെണ്ണിനോട് കൂടെ ജോസഫ് അവിടെ ജോലികൾ ചെയ്തപ്പോഴും അവൻ തൻ്റെ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. ആ ജോലിക്ക് വേണ്ടി തന്നെ നിയമിച്ച തൻ്റെ അധികാരിയോടും അവൻ വിശ്വസ്തനായിരുന്നു. ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ദൈവം എന്താ ചെയ്തത്? ഉൽപ്പത്തിയുടെ പുസ്തകം 41:41 വാ. താൻ ഏത് രാജ്യത്തിന്റെ അടിമയായിരുന്നു, ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ദൈവമായ കർത്താവ് ജോസഫിനെ അനുഗ്രഹിച്ചുയർത്തുകയാണ്. അടിമ പ്രധാനമന്ത്രിയായി ഉയർത്തപ്പെട്ടു. ഈ പ്രമോഷന്റെ ഉയർച്ചയുടെ കാരണം എന്താ? ജോസഫിലുണ്ടായിരുന്ന വിശ്വസ്തത. ഞാൻ പറയട്ടെ, വിശ്വസ്തതയ്ക്ക് വലിയ പ്രതിഫലമുണ്ടോ? ഇത് ഞഞ്ഞാപ്പിഞ്ഞ പരിപാടിയല്ല. ലോകത്തിന്റെ പേക്കൂത്തുകൾ കണ്ട് അതിന്റെ പുറകെ പോയി നശിക്കാൻ വിളിക്കപ്പെട്ടവരല്ല.
കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ നമ്മൾ. പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മോട് പറയുന്ന മെസ്സേജ് എന്താണ്? ബി ഫെയ്ത്ത്ഫുൾ. വിശ്വസ്തരായിരിക്കുക, വിശ്വസ്തരായിരിക്കുക. വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമർപ്പിത ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലും നമ്മുടെ തൊഴിൽ മേഖലകളിലും പ്രവർത്തന മണ്ഡലങ്ങളിലും എവിടെയെല്ലാം ദൈവം നമ്മൾ നിർത്തിയിട്ടുണ്ട് അവിടെയെല്ലാം നമ്മൾ വിശ്വസ്തയോടെ വ്യാപരിച്ചാൽ നമ്മളെ തൊടാൻ ആർക്കും പറ്റുകയില്ല. അവസാനമായി ഒരു വചനം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തൊരു വചനമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 11-ാം അധ്യായം 7-ാം തിരുവാക്യം. നിങ്ങൾ ഈ വചനം ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ആ ഡിസ്പ്ലേയിലോട്ട് നിങ്ങൾ ടെലിവിഷൻ സ്ക്രീനിലോട്ട് നോക്കി, നിങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ട് നോക്കി, നിങ്ങൾ എല്ലാവരും ആത്മനിറവോടി വചനേറ്റ് പറയണം. അവിടെ എന്താ കർത്താവ് പറയുന്നത്? എന്നാൽ ഇസ്രായേൽക്കാർക്കോ അവരുടെ മൃഗങ്ങൾക്കോ എതിരെ ഒരു പട്ടി പോലും ശബ്ദിക്കുകയില്ല. എന്താ നമ്മളിപ്പോൾ കേട്ടത്? ഇസ്രായേൽക്കാർക്കോ, ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ജനത്തിനോ അവരുടെ മൃഗങ്ങൾക്കോ എതിരെ ഒരു പട്ടി പോലും, ആ വാക്ക് പറയാൻ പേടിക്കണ്ട, നാണിക്കണ്ട. നമ്മൾ പരിശുദ്ധാത്മാവ് വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഒരു പട്ടി പോലും ശബ്ദിക്കില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ കർത്താവിനോട് വിശ്വസ്ത പുലർത്തിയാൽ കർത്താവ് അറിയാതെയും കർത്താവ് അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. അത് കർത്താവ് അറിഞ്ഞുകൊണ്ടും കർത്താവ് അനുവദിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരു പട്ടിക്ക് പോലും കർത്താവിൻ്റെ അഭിഷിക്തർക്കെതിരെ, ശുശ്രൂഷകർക്കെതിരെ ശബ്ദിക്കാൻ സാധ്യമല്ല. ഈ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കാൻ തീരുമാനമെടുക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. തിരുവോസ്തിയ അൾത്താരയിലണയുമീശോയേ, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പൊന്നു കർത്താവ് പരിശുദ്ധ കുർബാനയായി നമ്മുടെ മുന്നിൽ കടന്നു വന്നിരിക്കുകയാണ്. മരണം വരെ വിശ്വസ്തരായിരിക്കുവാനുള്ള വിളി ലഭിച്ചവരാണ് ദൈവമക്കളായ നമ്മൾ. നമ്മുടെ അവിശ്വസ്തതകളെ പരിഹരിച്ച് നമ്മളെ കൂടുതൽ വിശ്വസ്തരാക്കണമേ എന്ന് ഹൃദയ തകർച്ചയോടെ നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ എന്തുമാത്രം അവിശ്വസ്തത കാണിച്ചു നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിലും. നമ്മൾ ഒരുപാട് അവിശ്വസ്തതയോടെ നമ്മൾ കർത്താവിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഓർത്ത് അനുദപിച്ച് ചങ്ക് പൊട്ടീശോടെ നിലവിളിച്ചുകൊണ്ട് കർത്താവിന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു വിശ്വസ്തത ആകാൻ വേണ്ടി നമ്മൾ ഇരുകരങ്ങളും ഉയർത്തി സ്വരമുയർത്തി ഈശോയെ വിളിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അവിശ്വസ്തകളെ പരിഹരിക്കണമേ, ഞങ്ങൾ വിശ്വസ്തരാക്കണമേ. ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്ത പുലർത്തി ജീവിക്കാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ കഴുകണമേ, തിരിച്ചോര കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഞങ്ങൾ അവിശ്വസ്ത മുറിവുകൾ ഉണക്കണമേ. കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, സർവശക്തിയോടെ വരണമേ. വിശ്വസ്തയുടെ ആത്മാവായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, അങ്ങ് ഇടപെടുന്നതിനായി, അങ്ങ് പ്രവർത്തിക്കുന്നതിനായി, അങ്ങ് നൽകിയ സൗഖ്യത്തിനായി, വിമോചനത്തിനായി, അങ്ങ് നൽകിയ അഭിഷേകത്തിനായി നന്ദി, നന്ദി, നന്ദി ഈശോയെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് സുവിശേഷത്തിനായി തുറക്കുന്ന വാതിൽ. ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വ
സാന്നിധ്യം